ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ സനേഷാരനൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നീരവൻ്റെ ഒക്കത്തൊക്കെ കയറി കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ അടുക്കളയ്ക്ക് കയറിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. കയറി വന്ന പാടെ കറണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ. ഇന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ അതിന് ചട്നിയോ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരുന്നത്. കുറച്ച് മുന്നേ വന്നാൽ മതിയായിരുന്നു. എനിക്ക് ആകെ കുറ്റബോധമായി പോയിട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം. വേറെ ഒന്നും സാമ്പാർ ഉണ്ടാക്കാനാണെങ്കിൽ സാമ്പാർ കഷ്ണമില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ കടയിൽ പോയി എല്ലാം മേടിച്ചിട്ടൊക്കെ വേണം കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വേഗം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ മാവ് എടുത്ത് നോക്കുകയായിരുന്നു. മാവ് കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നല്ലേ വെറുതെ അരി ഉഴുന്ന് മാത്രമേ അരച്ചുള്ളൂ. സാധാരണ ചോറൊക്കെ ഇട്ട് മിക്സിയിൽ അടിക്കാറുണ്ട്. ഇന്ന് അതൊന്നും ചെയ്തില്ല. പണി പാളുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുമ്പോൾ എൻ്റെ പൊന്തി വരാറൊന്നുമില്ല കേട്ടോ. എൻ്റെ അങ്ങനെ തന്നെ ഇരിക്കും. ചെറുതായിട്ടൊന്ന് ഈട് കയറിയ പോലെ ഒന്ന് പൊന്താ. എന്നാലും കുറേ വീഡിയോയിലൊക്കെ ഞാൻ കാണാറുണ്ട്. അരച്ചിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ഒക്കെ പുറത്തേക്കൊക്കെ വീണിട്ട്. എൻ്റെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താവോ അറിയില്ല. എന്തായാലും നമ്മുടെ ബാറ്ററൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം കേട്ടോ. മാവിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടേ നല്ലോണം മിക്സ് ചെയ്തെടുക്കണമല്ലോ. അതങ്ങനെ കയ്യിലിട്ട് ഇളക്കണം. കണ്ടപ്പോൾ നീരവന് അത് ഇളക്കിയെടുക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ അവന് ഞാൻ കുറച്ച് നേരം സെറ്റാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായ വെക്കാൻ വേണ്ടി. ചായ വെക്കാൻ വേണ്ടി പഞ്ചസാര എടുത്തപ്പോഴാണ് കേട്ടോ പഞ്ചസാര ഇല്ല എന്നുള്ള കാര്യം. ഇല്ല എന്നല്ല, കുറവാണ്. അപ്പം ഞാനിത് എന്താ ചെയ്യുക, ഇഡ്ഡലി പഞ്ചസാര മുക്കി കഴിക്കാമെന്നാണ് വിചാരിച്ച്. അതിനും തികയില്ല. ആകെ മൊത്തം ആകെ ഇതായി പോയിട്ടാ. ഞാൻ തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഈ പച്ചമുടി കേട്ടോ എൻ്റെ പാട് പാട് പല്ല് തയ്ക്കാം. എന്ത് CID മൂസയിൽ പറയില്ലേ, ഇതെന്നെ ഉദ്ദേശിച്ചാണ്, ഇതെന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന്. അങ്ങനെ എനിക്കൊരു തോന്നൽ തോന്നിയിട്ടോ. വേറെ ഒന്നുമല്ല, ഞാനിതേപോലെയാ മിക്ക ദിവസം പരിപ്പിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ദിവസങ്ങൾ ഒതുക്കാറ്. പച്ചക്കറി സാധനങ്ങളില്ലെങ്കിൽ ഇത് എടുത്തിട്ട് കുത്തിക്കാച്ച് അല്ലെങ്കിൽ അതിൽ വഴുതനങ്ങ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ഇതെന്നെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടോ. നേരത്തെ കുപ്പിയിൽ വെള്ളമാക്കിയത് വേണമെന്നല്ല കേട്ടോ. ഞങ്ങൾ കൂളർ ആണല്ലോ രാത്രി ഉപയോഗിക്കണം. ഭയങ്കര ചൂടാണേ. അപ്പോൾ കൂളറിൽ ഒഴിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനായിരുന്നു കേട്ടോ. ഞാൻ പഞ്ചസാരയൊക്കെ രഞ്ജനേച്ചിയുടെ നിന്ന് മേടിച്ചിട്ട് വന്നു കേട്ടോ. ചേച്ചിയുടെ പാക്കറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യമുള്ളത് വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അങ്ങനെ പഞ്ചസാരയിൽ മുക്കി ഇഡ്ഡലി കഴിക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കാൻ പോയപ്പോൾ രഞ്ജനേച്ചി കുറച്ച് കൂടുതലിട്ട് തന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട്, അത്യാവശ്യം ഉണ്ട് പഞ്ചസാര. അത്ര വേണ്ടിയിരുന്നില്ല. വേണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ കുറേ ഇട്ട് തന്നു. എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ പഞ്ചസാരയിൽ കുറച്ചെടുത്തിട്ട് ചായ കൂടെ വയ്ക്കാൻ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കറണ്ട് വന്നു കേട്ടോ. അതാണ് ഞാൻ നേരത്തെ ഇതിൽ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൗണ്ട് മ്യൂട്ടാക്കി കളഞ്ഞോണ്ടേ. അപ്പോൾ കറണ്ട് വന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അയ്യോ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടാ, ഇനിയിപ്പോൾ തക്കാളി സബോളയൊന്നും വാട്ടിയൊന്നും എടുത്തില്ല ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സബോളയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയില്ല ഉപ്പും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് വെറുതെ ഒരു തട്ടിക്കൂട്ട് ചട്നി അങ്ങോട്ട് ഉണ്ടാക്കി. ചട്നിയല്ല, ചമ്മന്തി, സബോള ചമ്മന്തിയില്ലേ, അതുണ്ടാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നീരവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അതിൽ ഞാൻ ടേസ്റ്റ് എന്തെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. മറ്റേതിൽ ഞാൻ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ വല്ല പൊടി എന്തെങ്കിലുമൊക്കെ വീഴുക. അതുകൊണ്ട് ഞാൻ ഇത് വെക്കാറാവണ സമയത്താണ് കേട്ടോ അതിൽ മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കുള്ളൂ. അങ്ങനെ നമ്മുടെ വെന്ത ഇഡ്ഡലീനെ അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ ഉണ്ടല്ലോ അതിനെടുത്തിട്ട് അടുപ്പത്ത് വെച്ചു. എങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഇഡ്ഡലി രണ്ടും ഒരുമിച്ച് ശരിയാവണില്ല. അതെന്നും പറയണത് തന്നെയല്ലേ, കേട്ട് മടുത്തുണ്ടാവില്ലേ. എന്തായാലും ഞാൻ ആ പഞ്ചസാര എടുത്തിട്ട് കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് വേഗം അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ കിടക്കണ വീലിൽ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഇവനെ വണ്ടി ഇടിയാന്നാണ് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെയാണ് ഈ ദിവസം രാത്രി കൂളർ നോക്കിയപ്പോൾ നീരവ് പറയുന്നുണ്ട് ഒരു വീല് മിസ്സായിട്ടുണ്ട് അമ്മാന്ന്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ രാവിലെ അടിച്ചു വാരി ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ അത് കൂളറിൻ്റെയാണ് കേട്ടോ. ഞാൻ ഒരു കളിപ്പാട്ട എന്തെങ്കിലും വണ്ടിയുടെയൊക്കെയാവുന്ന വിചാരിച്ചത്.
ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ദിവാങ്കോട്ടിലത്തെ ബ്ലാങ്കറ്റ് ഇല്ല, അതൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുക. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒതുക്കി വിരിച്ചിട്ടു കേട്ടോ. മേശമയ്ക്ക് നോക്കിയപ്പോൾ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ആംബുലൻസ് വണ്ടികൾ നടന്നിട്ട് ഒരു തൊയിരല്ല. അപ്പോൾ ടി വിയിൽ നോക്ക്, ഇതെന്താന്ന് മനസ്സിലായോ? ഇനി അവന് പെട്ടി വണ്ടി കൂടി വേണമെന്നാട്ടോ പറയണത്. അവനാണെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ വിളിക്കണ സമയത്ത് ഇങ്ങനെ ഇരുന്ന് പറയും കേട്ടോ, എനിക്ക് ഇനി ഓട്ടോറിക്ഷ വേണം. അപ്പം എന്തിനാ ഓട്ടോറിക്ഷ? നീരവ് വലുതായി കഴിഞ്ഞാൽ ആരാവും ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് അച്ചാച്ചൻ്റെ പോലെ ഓട്ടോറിക്ഷ ഓടിച്ചാൽ മതി. അപ്പം അച്ചാച്ചൻ അടി അങ്ങനെയൊന്നും പറയരുത്, പഠിച്ച് നല്ല മിടുക്കരെ അവിടെ നോക്കിയാട്ടോ പറയാ. ഇപ്പോൾ എല്ലാ വണ്ടികളും ഒരുവിധം ആയിട്ടുണ്ട്, ആംബുലൻസും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് പെട്ടി വണ്ടിയില്ലേ, അത് വേണം എന്നൊക്കെയാട്ടോ ആഗ്രഹം. പിന്നെ ട്രക്കും, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഓഫ് ചെയ്യ, അതിലൊഴുക്കി പുറത്തേക്ക് കളയല്ലേ. മതി മതി, കഴിഞ്ഞൂലേ, എന്നാൽ അത് ഫുള്ള് ഒഴിച്ചോ. ഇനി തുടയ്ക്കാനും കൂടി ഉള്ളൂ കേട്ടോ. രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ഇതിലേക്കൊക്കെ കടന്നത് കേട്ടോ. എനിക്കൊന്ന് മാവേലിക്ക് പോകണമെന്നുണ്ടായിരുന്നു, ചെറിയൊരു മണ്ടത്തരം പറ്റി. ഞാൻ ദുഃഖവെള്ളിയാന്നുള്ള കാര്യം ഓർത്തില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മാവേലിയിലേക്ക് പോകാമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ നിൽക്കണത്. ആകെ ഞങ്ങളുടെ ഇവിടെ റൂമിലും പിന്നെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ നമ്മുടെ പുറത്തുനിന്ന് കയറി വരുന്ന ഭാഗം, അവിടെ മാത്രമാണ് കേട്ടോ കൂടുതൽ കാലിൻ്റെ പാട് വീഴുക. ബാത്റൂമിൽ നിന്ന് കാല് നനഞ്ഞിട്ട് ചവിട്ടിയാൽ എത്ര വെള്ളമൊന്നും പോവില്ല ചിലപ്പോൾ. അപ്പോൾ ആ ഒരു പാട് റൂമിലും ഉണ്ടാവും. അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആകും. പിന്നെ ഇവിടെ ഒന്നും വലിയ കുഴപ്പമുണ്ടാവാറില്ല. പിന്നെ നമ്മുടെ ഈ കയറി വരുന്ന ഭാഗമില്ലേ, അവിടെയും കൂടിയാണ് കേട്ടോ മഴക്കാലത്താണ് വല്ലാണ്ട് അഴുക്കാവുക. ഇപ്പം ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. എന്നാലും ഇവൻ്റെ ടോയ്സൊക്കെ വെച്ചിട്ട് അത് ഉരച്ചിട്ടും കളിച്ചിട്ടൊക്കെ ചെറിയ വീൽസിൻ്റെ ഒക്കെ പാട് വരാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വേഗം വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നീരൻ്റെ ഒരു പ്രാർത്ഥനയും. 8 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന ഞങ്ങളിപ്പോൾ 10 മണിയാവാറായിട്ടൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാണ്ട് ലേറ്റ് ആവുന്നുണ്ട്. ഇവനാണെങ്കിൽ വിശക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചുമയ്ക്കുക ചെയ്യുക. പിന്നെ ആ ചുമ നിൽക്കില്ല കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പരമാവധി നേരത്തെയൊക്കെ ശ്രമിക്കാറുണ്ട്. എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ കലങ്ങിയിരിക്കണത്, അത് ഇന്നലെ രാത്രി എന്താണെന്നറിയില്ല ഉറങ്ങി എണീറ്റപ്പോൾ ഈ ചൂട് കാരണം തോന്നുന്നു കണ്ണിലൊക്കെ ഇങ്ങനെ പാട കെട്ടിയിട്ടൊക്കെ ആകെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്നാൽ എന്നുമില്ല, ചിലപ്പോൾ ഒന്നരാടൊക്കെ ചിലപ്പോൾ വരും കേട്ടോ. എന്താണെന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ തല കഴുകാനും തുടങ്ങിയോണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും ഇല്ലാതില്ല, ചില സമയങ്ങളിലുണ്ട് കേട്ടോ, ചില സമയമില്ല, ചില ദിവസങ്ങളിൽ. പിന്നെ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുത്തു കേട്ടോ. ഈ കത്തിയെ ഞാൻ ചക്ക മുറിച്ചിട്ട് അങ്ങോട്ട് അടുപ്പത്തൊക്കെ വെച്ച് അതിലത്തെ പശയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചതാട്ടോ. പിന്നെയും ഇവിടെ ചക്ക ഇട്ടു, അപ്പോൾ വീണ്ടും എടുക്കേണ്ടി വന്നു. പിന്നെ ഞാൻ അതിലത്തെ പശ കളയാനൊന്നും നിന്നിട്ടില്ല. ഇപ്പം അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അരി വേവിക്കാനിടണം. ഒരു 5-10 മിനിറ്റ് വേണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ ബാഗ് ഇന്നലെ നമ്മൾ സോപ്പ് പൊടിയിലിട്ടില്ലേ, അതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് അടുപ്പത്തിട്ടിട്ട് പോയി അത് കഴുകി വരുമ്പോഴേക്കും ഇതൊക്കെ തിളയ്ക്കുമല്ലോ, അങ്ങനെ ചെയ്യാന്ന് കേട്ടോ. അവിടെ ഒരിക്കൽ ഫോൺ വയ്ക്കുമ്പോഴേ ഇവിടെ പണിക്കാർ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ എനിക്ക് നാണക്കേടായിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം ഓടും. പിന്നെ കാണാത്തോടത്ത് വെക്കും കേട്ടോ. ഭയങ്കര കള്ളലക്ഷണം എനിക്ക് ചില സമയത്തേ, എന്താ ചെയ്യുക. പിന്നെ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ഞാൻ കഴുകി. ഇനി നമ്മുടെ ലഞ്ച് ബാഗില്ലേ, അത് കുറച്ച് കീറിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റേണ്ടി വരുന്ന ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഇതൊക്കെ തൂക്കി ഇറങ്ങുന്നത് കേട്ടോ. മറ്റേ ബാഗിന് ഒരു കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ സിബാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ചക്ക മുകളിലൊക്കെ ഇങ്ങനെ പഴുത്തിട്ട് വീഴാറായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്. ഈച്ചയുണ്ട്, പിന്നെ തേനീച്ച പോലത്തെ എന്തോ സാധനങ്ങളുണ്ട്. എന്നെ കുത്തുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊന്ന് വാർക്കാൻ വെക്കും. അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ബൈ.